ഈ റൊണാൾഡ് ക്ലീറ്റസ് എന്നൊക്കെ പറഞ്ഞ രണ്ടുപേർ ഉടായ്പിന്റെ ഉസ്താദുമാരാ. റൊണാൾഡ് ക്ലീറ്റസ് ഇത് ക്രിസ്ത്യൻ നെയിംസ് അല്ലേ? അപ്പൊ ക്രിസ്ത്യൻസ് ആണ് കാര്യം പേരിട്ടത്. ക്രിസ്ത്യൻസ് ആണ്. ആണോ? അത് നമുക്ക് ക്രിസ്ത്യൻസിന് കെട്ടാവോ? കെട്ടാന്നോ? കെട്ടേണ്ടതായിരിക്കുന്നത് എന്തുവാടാ ഞാൻ കെട്ടിയത്. അപ്പൊ എങ്ങനെയാണെങ്കിൽ എനിക്ക് പിങ്കിയെ കെട്ടാല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ എടാ അതിന് ഞങ്ങളുടെ ലവ് മാരേജ് ഒന്നും അല്ല, പക്ക അറേഞ്ച്ഡ് മാരേജാ. ചേച്ചിയുടെയും ക്ലീറ്റോ ചേട്ടന്റെയും ആണ് ലവ് മാരേജ്. അവരങ്ങനെ ഒരു ചതി ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു വിധി വന്നു. എനിക്കും. ഓ ഓ ഓ പണ്ട് സോഷ്യൽ മീഡിയ ഇല്ല, വാട്സാപ്പോ മൊബൈലൊന്നും ഇല്ല, പിന്നെ എങ്ങനെ ഇവര് പ്രേമിച്ചത്? എടാ ഈ പണ്ടത്തെ പ്രണയമാണ് ഏറ്റവും നല്ല പ്രണയം എന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം എന്താ പറയുക, അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ദിവ്യമായ പ്രണയമാണ്. കാരണം നമ്മൾ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ അതിങ്ങനെ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് എഴുതും. എൻ്റെ പ്രിയപ്പെട്ടവളെ, എൻ്റെ പ്രണയിനി, നിനക്കായി ഞാൻ ഹൃദയം തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മനോഹരമായിട്ട് കത്തെഴുതും. ആ കത്ത് എഴുതി വെച്ചിട്ട് ആരും കാണാതെ ഒളിച്ചു വെച്ചിട്ട് ആളെ കാത്തു നിൽക്കും. ഏതെങ്കിലും മരത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയുടെയൊക്കെ പിന്നാമ്പുറത്ത് ഒളിച്ചു ചെന്നിട്ട് ഈ ആള് വരുന്ന സമയത്ത് നോക്കി കൊണ്ടിട്ട് കൊടുക്കും. ചിലർ മുമ്പ് ഇട്ടിട്ട് നടന്നങ്ങ് പോകും, പിറകെ നിന്ന് ആളെടുത്തോളും. അങ്ങനെ പ്രണയലേഖനങ്ങൾ എഴുതിയാണ് എല്ലാവരും പ്രണയിച്ചിരുന്നത് ആ കാലത്തൊക്കെ. എനിക്ക് പെട്ടെന്ന് പ്രേമലേഖനം കാണാൻ കൊതിയാവും. ഇനി ഇവിടെ എങ്ങനെ കാണാനാടാ? ഞങ്ങളുടേത് പ്രേമം അല്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും പ്രേമിച്ചല്ല, അറേഞ്ച് മാരേജ് ആണെന്ന് എനിക്കറിയാം. ഞാൻ കനകങ്ങളുടെ കാര്യം ഉദ്ദേശിച്ചത്. ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു പ്രേമം ഉണ്ടായിട്ടുണ്ടാവല്ലോ, എന്തെങ്കിലും ലെറ്റർ ഉണ്ടാവുമല്ലോ. എനിക്കാ? അയ്യേ, ഞാൻ പ്രേമിച്ചിട്ടൊന്നുമില്ല. ചുമ്മാ കാലത്തരം പറയട്ടെ. ഇത്ര സുന്ദരമായ മോഹം വെച്ചിട്ട് പണ്ട് പ്രേമിച്ചില്ല എന്ന് പറയണ കൂടായ്പാണ്. ഉണ്ടെങ്കിൽ പറഞ്ഞ എടാ ഇവിടെ ഇല്ല, നീ അപ്പുറത്ത് പോ. അവരുടെ എന്തെങ്കിലും താ ലവ് ലെറ്റർ ഇല്ല, അപ്പുറത്ത് പോയി ചോദിക്ക്. ചേച്ചി എടുത്ത് അല്ലെങ്കിൽ ക്ലിറ്റോച്ചേട്ടൻ്റെ അടുത്ത് കാണും. കാണും. അവൻ പറഞ്ഞതല്ല സത്യം ഉണ്ടോ? സൗന്ദര്യത്തിന്റെ കാര്യമാണ്. അതല്ല, നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? സത്യം പറയട്ടാ. അല്ലെങ്കിൽ ഏട്ടന് ഇക്കാര്യത്തിൽ ഇത്രയും പറഞ്ഞിക്കത്തില്ല. മനസ്സിലിങ്ങനെ ഉറങ്ങി കിടക്കണ കാരണം ഉണർത്തലത്തി പോയി ഒരു കട്ട ചേർത്തിട്ടാ? മനസ്സില്ല എനിക്ക്. ചേർത്തതാ? ഇല്ല. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. നീ ഇത് പറഞ്ഞ് പിന്നെ വരല്ലേ? ഒന്നുമില്ലേ, എന്റെ മനസ്സിലില്ലേ മാത്രമേ ഉള്ളേ. ഞാനേ പഴയ ബാഗും പഴയ പെട്ടിയൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? കിട്ടണമെങ്കിൽ എടുത്ത് അവന് കൊടുത്താൽ